എന്റെ ഫോണിൽ ക്ലിയർ ഇല്ല, ക്ലാരിറ്റി കുറവാണ്. ഇവരുടെ ഫോണിൽ ക്ലാരിറ്റി ഉണ്ട്. കാരണം എന്റെ ഫോണെന്ന് പറയണത് കൂടിയ ഫോണാണ്. അഞ്ചു ചേച്ചി ഇതിൽ എന്റെ മുഖമുള്ളതൊക്കെ എനിക്ക് ഡോക്യുമെന്റ് അയച്ചു തരണേ. നമുക്ക് വ്യത്യാസം. ഇതാരാ ഫോൺ ലെഫ്റ്റ്? അഞ്ചു ചേച്ചി നിന്റെ ഫ്ലാഷ് ഓൺ ആയിട്ടില്ലേ? ഫോണ് എന്നെ ക്ലിയർ ഇല്ല. ഇത്ര ലൈറ്റ് ഇട്ടിട്ട് കണ്ടുകൂടെ കേട്ടോ. ഇതാണോ സുമതി വളവ്? ഗൈസ് ഇവിടെ കുഴിയായിരുന്നു സംഭവം. സുമതി ഓടിയപ്പോൾ ഇതുവഴി എന്തോ വീണതാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ സുമതിയെ കെട്ടി പീഡിപ്പിച്ച് ഇവിടെ ഇട്ടാണ് പീഡിപ്പിച്ചത്. അവര് ഗർഭിണിയായിരുന്നു. റോഡിന് നടുക്ക് ഒതുങ്ങി നിന്നാ വണ്ടിയിൽ ഇരിക്കാതെ പോവാ. നമ്മൾ കറക്റ്റ് വളവിലാണ് വന്ന് നിൽക്കുന്നത് ഗൈസ്. ഇതാണ് സുമതിയെ കൊന്ന വളവ് ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സുമതിയെ കൊന്ന വളവിലാണ് ഗൈസ്. വളവ് കാണാൻ പറ്റില്ല കാരണം നമ്മൾ ഇരുട്ടത്താണ്. ഇവിടെ അങ്ങനെ ലൈറ്റും ഇല്ല. അതെ, ഇവിടെ കാടൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ ഇവിടെ പോസ്റ്റായിട്ട് നിൽക്കണം എല്ലായിടത്തും ഗൈസ്. കണ്ട് ഇവിടെ ഒരുപാട് അവിടെ ഓരോ ആൾക്കാരെ വെട്ടം പിടിച്ച് നിർത്തിയിട്ടുണ്ട്. കാരണം ആർക്ക് എപ്പോൾ എന്താണ് സംഭവിക്കുക നമുക്ക് അറിയില്ലല്ലോ. അത് സത്യമാണ്. രണ്ട് ജിന്ന് പിടിച്ച ആൾക്കാരാണ് ആ ഫ്രണ്ട്. വാടക മറ്റേ സുഭാഷ് അണ്ണനൊന്നുമില്ല കൊണ്ടുവരാൻ. റോഡിന് നടുക്ക് നോങ്ങിയില്ലേ? ബാ ഒറ്റയ്ക്ക് നിക്കല്ലേ ബാ. അജു അനുസരിക്കാരൂടെ ഗൈസ്. അവർ വീണ്ടും വേറെ ഏതോ ഒരു ഊട് വഴി കണ്ടുപിടിച്ചെന്നാണ് തോന്നുന്നത്. അതുവഴി കയറി പോവാണെന്ന് തോന്നുന്നു. ഇതെല്ലാത്തിനുള്ള തെളിവാണ് ഗൈസ്. നമ്മൾ എവിടെയാണ് നമ്മളെ കാണാതായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ നമ്മൾ എവിടെയാണ് പോയതെന്ന് മനസ്സിലാക്കി നമ്മളെ രക്ഷിക്കാൻ വരണം. അത് ശരിയാണല്ലോ. ഗൈസ് രണ്ട് ഗൈസ് കണ്ട അത് പറഞ്ഞ് നടന്നാണ് ആ വഴിയിലോട്ട് പോവുകയാണ് ഗൈസ്. എല്ലാവരും നെഗറ്റീവ് എനർജി ഒരു സൈഡിലോട്ട് കൊണ്ടുപോകുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ അതെ, അതായത് സുമതിയല്ല നമ്മൾ പേടിക്കേണ്ടത്, ലോക്കൽസിനെയാണ് പേടിക്കേണ്ടത് ഗൈസ് പറഞ്ഞു വരുന്നത്. എന്തൊന്ന് ഡ്രിങ്ക്സ് കണ്ട ഗൈസ്, കുപ്പി വെള്ളമൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. മൂടുപോയി എൻ്റെ. അഞ്ചക്കൊക്കെ ഇനി ഒന്നാമത്തെ ജിന്നുള്ള കൂട്ടത്തിലാണ്. ഇനി ഇതിന്റെ പേരിൽ ഇനി അടുത്ത് ജിന്നുളവോ? അതന്നെ സുമതിയാണെന്ന് പറയുന്നത് ലാസ്റ്റ്. നമ്മള് ഏതോ സിനിമയിലാണ്, ഇംഗ്ലീഷ് ഫിലിമായിട്ട് കണ്ടുപോയിക്കാണ് നമ്മളിപ്പോ പോണത്. എനിക്ക് തോന്നുന്നു ജീവയ്ക്കാണ് പ്രേതം കൂടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റയ്ക്ക് കുറെ നേരം നടക്കുന്നുണ്ട്. സോമ്പിലിയാ അഞ്ചൊക്കെ ഒറ്റയ്ക്ക് കയറി പോവല്ലേ ഒരിടത്ത്. ഒരു ലൈറ്റ് കാണുന്നുണ്ട്. ജീവനുണ്ട് ഗൈസ്, ജീവനുണ്ട്. ആ തിരിച്ചു പോയെന്ന്, ലൈറ്റ് ഓഫ് ആക്കി തിരിച്ചു പോയി. അല്ല പ്രേതമല്ല തന്നെ. എന്റെ ശാന്തി പോയി. നിന്റെ പെണ്ണുമ്പിള്ള പിടിയിടാ. വാടാന്ന് എന്തായാലും ഇതുവരെ വന്നില്ലേ. നമുക്ക് പോയി എത്തി നോക്കിയിട്ട് വരാം. വരും ഇത്ര ജനങ്ങളില്ലേ, സ്ത്രീ ജനങ്ങളും പുരുഷ ജനങ്ങളുമായിട്ട്. ഞാൻ കുറെ നേരമായി 2 ഫോൺ ഉപയോഗിച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് വേണ്ട വേണ്ട വീഡിയോ എടുക്കണം. പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല. ഇതിൽ വീഡിയോ എടുത്തോ? പറഞ്ഞോണ്ട് പോ. ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞോണ്ട് പോ. മാറിക്കോടെ അങ്ങോട്ട്. എൻ്റെ കൊച്ച്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്?
നമ്മൾ ആലോചിക്കണം നമ്മള് ഇങ്ങോട്ടോ പോണം, ഇങ്ങോട്ടോ അറിഞ്ഞൂടാ. സുമതിയുടെ വീട് ഇങ്ങോട്ടായിരുന്നു ഗൈസ്. പക്ഷെ അവിടെ ആരും പോയില്ല. നോ 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 നോ. ഓക്കെ, നീ പറ. ഹലോ ഗൈസ്, നമ്മളിപ്പോ സുമതിയുടെ വീട്ടിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വഴികൾ മാറിപ്പോവും ജീവ, നീ കളിക്കണ കളി നിർത്ത്. മറക്കല്ലേ, നമ്മളെല്ലാ സൈഡും ഇടത് വശത്ത് കയറി പോയത്. എനിക്ക് പോകണം. ഇല്ല, പോണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് ഇവിടെ നെഗറ്റീവ് എനർജി ഒന്നുമില്ല. ഇവിടെ കുറെ പൊടി പടലങ്ങൾ ഇങ്ങനെ പഴന്ന് നടക്കുന്നുണ്ട്. റൂട്ട് മാറി പോയി കഴിഞ്ഞാൽ തീർന്നു. ഈ ഹലോ ഗൈസ് മാത്രം നിന്റെ വായി വരുന്നുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. അത് മാത്രമേ പറയുന്നുള്ളൂ. നമ്മള് വേറെ സിനിമയിലാണ്. നമ്മളിപ്പോ ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാ ഇതിരുന്ന് പോയ സെറ്റ് രക്ഷപ്പെട്ട്, ജീവിതം രക്ഷപ്പെട്ട്, നമ്മളെല്ലാവരും ജീവിതവും. എനിക്ക് ജീവിക്കണം, നീ പൊക്കോ. ഹലോ ഗൈസ്, നമ്മളിപ്പോ ഫോട്ടോ ചെയ്യാണ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ